മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഡോക്ടറെ കാണാൻ വന്ന ഒരു രോഗിയെ നേഴ്സ് BP ചെക്ക് ചെയ്യുവാനായി മുറിയിലേക്ക് വിളിച്ചു. ഹിസ്റ്ററി എടുക്കുന്നതിൻ്റെ ഭാഗമായി രോഗകാരണം തിരക്കിയപ്പോൾ അണ പൊട്ടി ഒഴുകുന്നത് പോലെ ആ രോഗി തൻ്റെ വിഷമങ്ങളെല്ലാം നേഴ്സിനോട് പങ്കുവച്ചു. നേഴ്സാവട്ടെ അതെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അവസാനം പുഞ്ചിരിയോടെ ആ രോഗി നേഴ്സിനെ നോക്കി പറഞ്ഞു, സിസ്റ്ററെ, ഇപ്പോൾ എൻ്റെ രോഗത്തിന് വളരെയധികം ആശ്വാസം തോന്നുന്നുവെന്ന്. നമ്മുടെ രോഗികളെയും നമുക്കിതുപോലെ ശ്രവിക്കുവാൻ സാധിക്കുമെങ്കിൽ അവരുടെ രോഗങ്ങൾക്കും മരുന്ന് കൂടാതെ കുറേയൊക്കെ ശമനം നൽകാൻ നമുക്കുമാകും. അത്തരത്തിലുള്ള ഒരു ഹൃദയം ഈശോ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് UAE അജ്മാനിലെ 2 നേഴ്സുമാരെ പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് 1:4 പറയുന്നു, തൻ്റെ സ്നേഹത്തിൽ നിഷ്കളങ്കരും വിശുദ്ധരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ തെരഞ്ഞെടുത്തുവെന്ന്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിച്ചത് നേഴ്സസ് മിനിസ്ട്രി അല്ലേ? തീർച്ചയായിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജിസ്മിയുടെ വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? നേഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രാർത്ഥനയായ വിശുദ്ധ ബലിയോട് എന്നെ അടുപ്പിച്ചു. ഈശോയുടെ ആ സ്നേഹത്തോട് എന്നെ കൂടുതൽ അടുപ്പിച്ചു എന്നതാണ് നേഴ്സസ് മിനിസ്ട്രിയുടെ പല ക്ലാസ്സുകൾ കേൾക്കുക വഴിയും ആ കൂട്ടായ്മകളിൽ പോവുക വഴിയും എനിക്കുണ്ടായ വലിയൊരു നേട്ടം. വിശുദ്ധ ബലിയിലുള്ള സജീവമായ പങ്കാളിത്തം, എൻ്റെ കുടുംബവും ഒന്നിച്ച് ദിവസവും ബലിക്ക് പോകുവാനുള്ള ഒരു താല്പര്യം, അതുപോലെ തന്നെ എന്നോടൊപ്പം ഞാൻ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. വിശുദ്ധ ബലിയിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത, ദിവസവും നമ്മൾ ഏറ്റവും വിശുദ്ധിയോടെ വിശുദ്ധ ബലിയുടെ ഭാഗമാകേണ്ടതിനെക്കുറിച്ച് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവരെയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ താല്പര്യമുളവാക്കുന്നു, ഒപ്പം അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതൊക്കെയാണ് പ്രത്യേകിച്ച് വിശുദ്ധ ബലിയോട് എനിക്കുണ്ടായ ഒരു സ്നേഹം. അതുകൂടാതെ ജോലിസ്ഥലത്തും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ രോഗിയിലും യേശു ക്രിസ്തുവിനെ കാണുവാനും ശുശ്രൂഷിക്കുവാനും, ഇത് സിസ്റ്റർ പറഞ്ഞു ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് വെച്ച ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ചെയ്യുവാനുമൊക്കെ തീർച്ചയായും എന്നെ ഈ നേഴ്സസ് മിനിസ്ട്രി സഹായിച്ചു. പ്രത്യേകിച്ച് ഞാനെന്ന് പറയുന്ന വ്യക്തി നേഴ്സാകാൻ ഒട്ടും താല്പര്യമില്ലാതെ നേഴ്സായതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ നല്ലൊരു ബോധ്യം കിട്ടിയപ്പോൾ ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ ഇതാണെന്ന് മനസ്സിലായതിന് ശേഷം ഇന്ന് ഞാൻ അതിൽ അഭിമാനിക്കുന്നു. സിസ്റ്റർക്ക് അറിയാമല്ലോ, ഉദാഹരണത്തിന് നമ്മളൊക്കെ പലപ്പോഴും പേഷ്യൻസിൻ്റെ കാര്യത്തിൽ വളരെ ചൂസ് ചെയ്യുക. ഞാനൊരു NICU നേഴ്സാണ്. അപ്പം ഒത്തിരി സിക്കായിട്ടുള്ള വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള കൊച്ചുങ്ങളെയൊക്കെ 2 ദിവസം അടുത്ത് കിട്ടുമ്പോൾ ഒരു മുറുമുറുപ്പ് ഉണ്ട്, എനിക്കെന്തിനാ എന്നും ഈ സിക്കുള്ള കുഞ്ഞിനെ എന്ന മട്ട്. എന്നാൽ ഇന്ന് ഞാൻ കരുതുന്നു, ഏറ്റവും പീഡിതനായ, ഏറ്റവും വേദന അനുഭവിക്കുന്ന ഈശോയെ ശുശ്രൂഷിക്കാൻ എനിക്ക് കിട്ടുന്ന അവസരമാണിതെന്ന് കരുതി സന്തോഷത്തോടെ ഞാനത് ചെയ്യുന്നു. അപ്പോഴെനിക്ക് സമാധാനമുണ്ട്. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കിടന്നുറങ്ങാൻ കഴിയുന്ന രീതിയിൽ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷനിലേക്ക് ഈ നേഴ്സസ് മിനിസ്ട്രി എന്നെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ നമുക്കിടയിൽ, അതെല്ലാം മറന്ന് ഏത് പേഷ്യൻറ്റിനെ കിട്ടിയാലും സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഒരു ജൂനിയറെന്നോ സീനിയറെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ നമ്മളറിയുന്ന ഈശോയെ ശുശ്രൂഷിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല രീതി നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ രോഗികളെ ശുശ്രൂഷിക്കുകയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയോടുള്ള എൻ്റെ ഒരു സ്നേഹം, ഇത് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടായ്മകളിലും എന്നാൽ കഴിയുന്നത്രയും ഞാൻ പോവുകയും ഈശോയ്ക്ക് വേണ്ടി ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും 2 കോടി നേഴ്സുമാരെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറുതായ ഒരു കാര്യം പോലും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതെല്ലാം ഈശോയിലൂടെ എനിക്ക് ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ കിട്ടിയ ഒരു വലിയ കൃപയാണ്. അതുപോലെ തന്നെ ഞാൻ കൂട്ടായ്മകളിൽ കേൾക്കുന്ന ചിലരുടെ ടെസ്റ്റിമണി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിലൂടെ ഈശോ അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരിക്കാം. അത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെയുള്ള എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നു. ഒരുപക്ഷെ വിവിധ സാഹചര്യങ്ങളിൽ അവർക്ക് ഒരുപക്ഷെ നമ്മുടെ ഈ മീറ്റിങ്ങുകളിൽ വരാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എങ്കിൽ പോലും നമ്മൾ ഒരുപാട് നേഴ്സുമാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പം അതിനൊരു വലിയ ശക്തിയുണ്ടെന്നും ഈശോയെ നമ്മൾ അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വഴി, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വഴിയൊക്കെ ഇങ്ങനെയുള്ള ഒത്തിരി ബോധ്യങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ വലിയ ഒരു എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റമാണ് വിട്ടുവീഴ്ച മനോഭാവം. പലപ്പോഴും ഞാൻ പിടിക്കുന്നിടം ജയിക്കണമെന്നുള്ള ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടി സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഞാൻ കരുതും ഞാനൊരു വിട്ടുവീഴ്ച സ്നേഹത്തോടെ ചെയ്യുമ്പോൾ ജയിക്കുന്നത് എൻ്റെ ഈശോയാണെന്ന്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ മാറ്റമാണ്. അതുപോലെ തന്നെ ഇപ്പം സിസ്റ്റർ ഇവിടെ വിവിധ രാജ്യങ്ങളിലുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നു. പേഷ്യൻസ് വിവിധ രാജ്യങ്ങളിലുള്ളവർ, വിവിധ മതസ്ഥർ, കൊളീഗ്സും അങ്ങനെ തന്നെ. സിസ്റ്റർ തിരിച്ചറിഞ്ഞ ഒരു ഈശോ ഉണ്ടല്ലോ, ഞങ്ങളോടൊക്കെ എപ്പോഴും സ്നേഹത്തോടെ വെച്ച് സംസാരിക്കുന്ന ഒരു ഈശോയെ ഇവരിലൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഇവരോടൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ജോലി സ്ഥലത്തെ സിസ്റ്റർ ഉപയോഗിക്കാറുണ്ടോ? തീർച്ചയായും ജിസ്മി, തിരിച്ചറിഞ്ഞ നമുക്ക് കിട്ടിയ ആ ഈശോയുടെ സ്നേഹം നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മൾ നോക്കുന്ന രോഗികളിലേക്കും പകർന്നു കൊടുക്കണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. കാരണം അതിനുവേണ്ടി ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒരു പക്ഷേ അത് പല രീതിയിലും, പ്രത്യേകിച്ച് പുതിയതായി കടന്നു വന്ന മക്കളിലേക്കും പഴയ സ്റ്റാഫിലേക്കും ഒക്കെ നമുക്ക് കിട്ടുന്ന സമയം ജിസ്മിക്ക് അറിയാമല്ലോ, നമ്മുടെ ഡ്യൂട്ടിയിലിടയിൽ കിട്ടുന്ന ആ സമയത്തൊക്കെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എനിക്കറിയാവുന്നതുപോലെ ഞാൻ പങ്കുവെക്കാറുണ്ട്. അതുകൂടാതെ തന്നെയാണെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ഒരു വെളിച്ചം കൊണ്ടായിരിക്കാം ഞങ്ങൾ കൂടുതലും ഈശോയെ അറിയുന്ന മക്കൾ, നമ്മൾ നോക്കുന്ന ആ ശുശ്രൂഷിക്കുന്ന ആ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായി ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ, അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കും. ഒരു ഹാഫ് ആൻ അവർ അതിനുവേണ്ടി മാറ്റിവെക്കാറുണ്ട്. അതിൽ ഏറ്റവും രോഗിയായിട്ടുള്ള ഒരാളെ എടുത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. കൂടെ തന്നെ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതുകൂടാതെ ഞാനിത് രോഗികളിലേക്ക് നമ്മൾ ഈശോയെ എത്തിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ അതും കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഈശോയെ ഞാനൊരു ദിവസം മെഡിക്കേഷൻ കൊടുക്കുവാനായിട്ട് പോയപ്പോൾ എൻ്റെ മുന്നിൽ അന്നുണ്ടായിരുന്നത് ഒരു നീഗ്രോ പേഷ്യൻ്റായിരുന്നു. ആ മകൻ പ്രിസണറായിരുന്നു. ശരിക്കും ഹൈപ്പർടെൻസീവായിട്ടുള്ള ആ പേഷ്യൻ്റ് BP വളരെ ഹൈ ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയത്. ഞാൻ മെഡിസിൻ കൊടുക്കാൻ അടുത്തേക്ക് ചെന്ന ഉടനെ ആ മകൻ പറയുകയാണ്, ശരിക്കും ആരോടും വർത്തമാനം പറയാൻ പോലും ഇഷ്ടമില്ലാത്ത ആ മകൻ എന്നോട് പറയുക, സിസ്റ്ററെ എന്നെ എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, എനിക്ക് പോകണം. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നു, സാധാരണ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നെന്ന് പറയുമ്പം സന്തോഷമാണ്, കാരണം അവരവർ സ്വന്തം ഭവനത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ മകൻ എന്തുകൊണ്ടത് ചോദിച്ചു എന്ന് എൻ്റെ ഉള്ളിൽ വന്നെങ്കിലും ഞാൻ എന്തു പറയണമെന്ന് വിചാരിച്ച് ഞാൻ ആ മകനോട് പറഞ്ഞു, നീ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്ക് ആ മകൻ ഏത് ഇതിലുള്ള മകനാണെന്നൊന്നും അറിയില്ല, എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം എല്ലാം കാണുന്നുണ്ട്, ദൈവത്തിൽ എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ഉടനെ ആ മകൻ എന്നോട് ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? ആ ഒരു തിരിച്ചറിവ് ഒരു രോഗിയിൽ ഉണ്ടാക്കുന്നു എന്നത് തന്നെ സിസ്റ്ററെ ഒരു പോസിറ്റീവ് പോയിൻ്റാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എവിടെ നിന്നോ ഇല്ലാത്ത ഒരു സന്തോഷം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ആ മകനോട് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു, നിന്നെ ആരുമില്ലാത്തടത്ത് ആർക്കും എത്തിച്ചേനായി, നീ ഏതവസ്ഥയിലായിരുന്നാലും ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് നിന്നെ അയച്ചത്
ഈശോയാണ്. നിനക്ക് ഈശോയെ കൊടുക്കാൻ നിനക്ക് മാത്രമേ അവിടെ കഴിയുള്ളൂ. ഓരോരുത്തരെക്കുറിച്ചും ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട്. ആ മകൻ 2 കാലും ബെഡിലേക്ക് ബന്ധിച്ച് ഇരിക്കുന്ന ആ മകൻ ആ അവസ്ഥയിൽ തന്നെ എഴുന്നേറ്റിരുന്നു. സിസ്റ്ററിനറിയാമോ, സാധാരണ ആ മകൻ ആരോടും മിണ്ടാത്ത ആ മകൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് എന്നോട് പറയുകയാണ്, എന്ന് ഞാൻ ഈശോയെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് എനിക്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടിയിരുന്ന് ജയിലിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നത് എന്താണെന്നറിയോ, ശീലാസും പൗലോസും എങ്ങനെ ആ കാരാഗ്രഹത്തിൽ കിടന്ന് സ്തുതിച്ചു, അതാണ് എൻ്റെ ഉള്ളിലേക്ക് വന്ന്. ഞാൻ എവിടെയാണെന്ന് ഞാൻ അറിയാതെ ഈശോയെ അവിടെ നിന്ന് സ്തുതിച്ചു പോയി. അതോടെ എനിക്ക് മനസ്സിലായി, നമ്മൾ ഏതൊരവസ്ഥയിലായിരുന്നാലെന്താ, ഈശോയെ കൊടുക്കാൻ നമ്മൾ ഇന്നടത്തായിരിക്കണമെന്നില്ല. ആർക്കും ഈശോയെ ഏതവസ്ഥയിലായിരുന്നാലും കൊടുക്കുവാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ മനസ്സിലായി. ഞാൻ വളരെ സന്തോഷമായി. ആ മകൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മകന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് കടന്നു പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഓർക്കുക. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജിസ്മി, ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനയെ പറ്റി ഒന്ന് ഓർത്ത് നോക്കി. പ്രാർത്ഥനയെന്ന് പറയുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ് അല്ലേ? ജിസ്മിയുടെ ജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഈശോയോട് പ്രാർത്ഥിക്കും. ഈശോയുടെ സംരക്ഷണ കോട്ടയ്ക്കുള്ളിലാണ് നാം. അങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥന, നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തുതിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞു, അവളുടെ പേര് പറഞ്ഞ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആ ഒരു നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊരു മെസ്സേജിൽ ഞങ്ങൾ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും ആ മെസ്സേജ് തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മയിൽ ആർക്കും ഈ പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി കുറേ ദിവസങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ സമർപ്പിച്ച് ആ സമയത്ത് പ്രാർത്ഥിച്ചു, ഈശോയെ, ഇവൾ ഏതവസ്ഥയിൽ എവിടെയായിരുന്നാലും അങ്ങ് സംരക്ഷിക്കണമേ. അവൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്ന അവളുടെ ഏറ്റവും വലിയ ആവശ്യം എന്തായാലും അത് സാധിച്ചു കൊടുക്കണമേ. പ്രാർത്ഥിച്ചു, അവളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഞാൻ അവളോട് വിളിച്ചിട്ട് പറഞ്ഞു, എടി, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രയറിന് പോയപ്പം നിൻ്റെ തന്നെ പേര് പറഞ്ഞൊരു മെസ്സേജ് വന്നു, അത് നിനക്ക് വേണ്ടിയാണെന്ന് കരുതി ഞാൻ നിന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വന്നു. അപ്പോൾ അവൾ എന്നോട് തിരിച്ചു പറയുകയാണ്, ആ സെയിം ഡേയിൽ തന്നെ അവർ ഇവിടെ നിന്ന് റാസൽ ഖൈമയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. 140 to 160 km/h സ്പീഡിൽ അവൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക. അത് കഴിഞ്ഞ് പിന്നെ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ പറഞ്ഞു, ഈ വണ്ടിക്ക് ഒരു ചെറിയ ബ്രേക്ക് കുറവാണല്ലോ, നീ ഇതെങ്ങനെയാണ് ഓടിച്ചതെന്ന്. എന്നാൽ പിന്നെ വേഗം ഒരു ഗാരേജിൽ കാണിച്ചേക്കാം, കാരണം ഇത്രയും സ്പീഡിൽ പോകുന്ന വണ്ടിയല്ലേ എന്ന് പറഞ്ഞ് അവരോട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിന് ബ്രേക്കേ ഇല്ല സാറേ, നിങ്ങൾ എങ്ങനെയാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ വണ്ടിയാണ് അതിരാവിലെ കോളേജിലേക്ക് പോകുമ്പോൾ അവൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് ഈ സ്പീഡിൽ. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായിരുന്ന സംരക്ഷണം ഈശോ ഒരു മെസ്സേജിലൂടെ നമുക്ക് തരികയും എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. അപ്പം വലിയൊരു ആപത്തിൽ നിന്ന് അവളെ കാക്കുവാൻ കർത്താവിൻ്റെ ദൂതന്മാർ അയക്കപ്പെടുമാറ് വലിയ ഒരു പ്രൊട്ടക്ഷൻ അവൾക്ക് കിട്ടി. അപ്പോൾ തീർച്ചയായും അവളും അത് അറിഞ്ഞു. അവൾ അതിനുശേഷം ഒരിക്കൽ പ്രയറിന് ഇങ്ങനെ വന്നപ്പോൾ അത് പറയുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥന നമുക്ക് വലിയ പ്രൊട്ടക്ഷനാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു, അതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി. ലോകമെമ്പാടുമുള്ള നേഴ്സുമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവരെല്ലാവരും ഈശോയുടെ രക്തത്താൽ കഴുകപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു. ശരിക്കും പ്രാർത്ഥനയെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പല പ്രാർത്ഥന ഫലങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എങ്കിലും ആ പ്രാർത്ഥനയുടെ നിലവിളിയുടെ ആ എൻഡിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറക്കാൻ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാനൊരു കാര്യം ജിസ്മിയുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പല പ്രാവശ്യവും ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഹസ്ബൻഡിന് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ മകള് വീട്ടിൽ നിന്നും വിളിച്ചു. ഹസ്ബൻഡിന് തീരെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് തീരാറായി, ഡ്യൂട്ടി ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് മകൾ വിളിച്ചേച്ച് പറഞ്ഞു, പപ്പായ്ക്ക് തീരെ സുഖമില്ല, തലകറക്കം, ഛർദില്, പപ്പായ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ബെഡിൽ നിന്ന്. ഞാൻ ഇവൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ സൗണ്ട് അവിടെ കേൾക്കാം,
അത്രയ്ക്കും ശക്തമായിട്ട് ഞാനൊരു വിധത്തിൽ ഓവർ കൊടുത്ത് വീട്ടിലെത്തിയപ്പോൾ ഹസ്ബൻഡിന് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ മേലാത്ത അവസ്ഥയാണ്. എനിക്കെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ. ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു, അവൻ വന്നു. പക്ഷേ നമുക്ക് ഇത്രയും വലിയ ഒരാളെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എഴുന്നേറ്റ് ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ ഡ്രസ്സ് വെയർ ചെയ്യാൻ കൈയും കാലും അനക്കാനേ മേല. അത്രയ്ക്കും തലകറക്കമാണ് ഇത്. എനിക്ക് നേഴ്സുമാരായ നമ്മൾ പല കാര്യത്തെപ്പറ്റിയും ചിന്തിക്കും, എന്തു പറ്റി എന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്ന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത്, അതായത് ഫ്രണ്ടിലേക്ക് ഓടി വന്നിട്ട് ഈശോയുടെ അടുക്ക മുട്ടുകുത്തി. എല്ലാവരും ഞാൻ ഹസ്ബൻഡ് എടുക്കുകയും തിരിഞ്ഞ് പോന്നു. ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ മേല, ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഞാൻ മുന്നിൽ ഇവിടെ വന്ന് ഈശോയുടെ അടുക്കൽ മുട്ടുകുത്തി. ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഹസ്ബൻഡിന് എന്താണെന്ന് അറിയണ്ട, എനിക്ക് എന്ത് അസുഖമാണെന്ന് അറിയണ്ട, എന്ത് തന്നെ ആയിരുന്നാലും CVA ആണോ അതോ എന്ത് അസുഖമായിരുന്നാലും എനിക്ക് നീ ഈ നിമിഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം മാറ്റി തന്നേ പറ്റുള്ളൂ. എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ. അത്രയ്ക്കും പൈസ ടൈറ്റായിട്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. എനിക്കൊരു ടെസ്റ്റും ചെയ്യാൻ പൈസയില്ല, മരുന്നും മേടിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം എനിക്ക് മാറ്റി തന്നേ പറ്റത്തുള്ളൂ. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. എനിക്ക് ബെഡ് റിഡനായിട്ടുള്ള ഒരു ഹസ്ബൻഡ് അല്ല. എനിക്ക് ആ കുഞ്ഞുങ്ങൾക്ക് അപ്പനുണ്ടായിരിക്കണം. എനിക്ക് മാറിയേ പറ്റൂ. ഇത്രയും പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. എന്നിട്ട് തലകറക്കത്തിനൊരു ഗുളിക മേടിച്ച് ഹസ്ബൻഡ് ആ ബെഡിൽ നിന്നേക്കാൾ ഞങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. ഞാൻ എന്ത് സംഭവിക്കുന്നതെന്നേ നോക്കാൻ പോയില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഹസ്ബൻഡ് എഴുന്നേറ്റിരുന്നു. എങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു പക്ഷേ ENT പ്രോബ്ലം എങ്കിലും ആയിരിക്കാം എന്ന് വിചാരിച്ച് ENT ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾ CT സ്കാൻ ചെയ്യുന്നില്ലേ? അത് ചെയ്യുന്നില്ല, ഇത് ചെയ്ത്. ഞാനൊന്നും വിചാരിച്ചില്ല. അവിടെ ചെന്ന് ENT ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഇതിന് മരുന്നൊന്നും കൊടുക്കേണ്ട, ചെറിയൊരു എക്സസൈസ് ചെയ്താണ്. ആ ഡോക്ടർ ഒരു ടെസ്റ്റാകട്ടെ ഒരു ടാബ്ലറ്റ് ആകട്ടെ അതിനേക്കാളുപരി ആ ഡോക്ടർ പ്രത്യേകിച്ച് സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നും ഒരു എൻട്രി ഫീസ് പോലും എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ പോലും മേടിക്കാതെ തിരിച്ചു വിട്ടു. എന്തൊരത്ഭുതം! ഈശോയുടെ അത്ഭുതം. ഒറ്റ പൈസ എനിക്ക് ചിലവാകാം. ഹസ്ബൻഡ് ടോട്ടലി ഓക്കെയായി. ഒരു മരുന്ന് ഞാൻ അതിനു വേണ്ടി കൊടുത്തില്ല. ഇങ്ങനെ പല സംഭവങ്ങൾ എനിക്കുണ്ടല്ലേ. ഇത് ഈശോയുടെ അത്ഭുതമല്ലാതെ മറ്റെന്താണെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും നിസ്സഹായതയിൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് സിസ്റ്റർ പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. അത് ലോകമെമ്പാടുമുള്ള നേഴ്സുമാരിലേക്കും കൂടെ പറഞ്ഞതിന് നന്ദി. നമ്മൾ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് ഈശോയ്ക്ക് സ്നേഹം കൊടുക്കുന്നത് പോലെ തന്നെ പലപ്പോഴും നമ്മുടെ കൊളീഗ്സിൻ്റെയൊക്കെ പല വിഷമങ്ങളും നമ്മൾ കാണാതെ പോകാറുണ്ട്. യാന്ത്രികമായിട്ട് നമ്മൾ ജോലിക്ക് ചെല്ലുന്നു, നമ്മുടെ ജോലികൾ ചെയ്യുന്നു, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു നേഴ്സിൻ്റെ വിഷമങ്ങൾ പലപ്പോഴും സിസ്റ്ററെ നമ്മൾ കാണുന്നില്ല. അവരോടൊന്ന് സംസാരിക്കുവാനോ അവരുടെ വിഷമങ്ങളെക്കുറിച്ചൊന്ന് കേൾക്കുവാനോ ഒന്നും പലപ്പോഴും നമുക്ക് മനസ്സുണ്ടാകാറില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയിലാണ് യേശുവിനെ കാണേണ്ടതെന്നുള്ളൊരു ബോധ്യം ലഭിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കൊളീഗ്സിൻ്റെയൊക്കെ ചെറുതും വലുതുമായ സങ്കടങ്ങൾ ചിലപ്പോൾ അവർ നമ്മളോട് തുറന്നു പറയുന്നത് അവരുടെ ആ ആവശ്യങ്ങളെ കേൾക്കാനും ആ ഒരു ആവശ്യത്തെ ഈശോയുടെ മുൻപിൽ കൊടുത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ജിസ്മി, ഇതുപോലെ ഓരോ നേഴ്സും ചെയ്യുവാണെങ്കിൽ എത്ര പെട്ടെന്ന് 2 കോടി നേഴ്സസിലേക്ക് ഈശോയെ എത്തിക്കാൻ വളരെ നിമിഷങ്ങൾ പോലും വേണ്ടി വരുമോ എന്നുള്ള കാര്യം സംശയമാണ് അല്ലേ? തീർച്ചയായും സിസ്റ്റർ റാണി ചെയ്യുന്നത് പോലെ ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും ഈ വെയിനിലൂടെ കടന്നു പോകുന്നത് ഈശോയുടെ രക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തോടൊപ്പം രോഗിയും വിശുദ്ധീകരിക്കപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരിലേക്കും ലോകമെമ്പാടുമുള്ള രോഗികളിലേക്കും ഈശോയുടെ സ്നേഹം എത്തിക്കാൻ ശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 30-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ പേര് സോണിയ, ഹസ്ബൻഡ് ജോയൽ. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ സ്റ്റീവ്, രണ്ടാമത്തെ മകൻ ജെറോം. ഞാൻ ബഹ്റൈനിൽ നഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ മൂത്ത മകൻ സ്റ്റീവിന്
ലഭിച്ച വലിയ ഒരു സൗഖ്യാനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 2016 ജനുവരി 22-ാം തീയതി അവന് പനി വന്നു. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നു. അതുകൊണ്ട് അവനും ഒരു വൈറൽ ഫീവർ ആയിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും പനി മാറിയിട്ടും അവൻ്റെ പനി മാറിയില്ല. മാത്രവുമല്ല, അവന് അതിശക്തമായ തലവേദനയും ഛർദിലും തുടങ്ങി. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞു, അവന് വൈറൽ മെനിഞ്ചൈറ്റിസ് ആകാനാണ് സാധ്യത. അതുകൊണ്ട് നട്ടൽ കുത്തി വെള്ളമെടുത്ത് ടെസ്റ്റ് ചെയ്യണം. അതുകൂടാതെ അവൻ്റെ പ്ലേറ്റ്ലെറ്റ്സും രക്തത്തിലെ കൗണ്ടും വളരെ കുറഞ്ഞിരിക്കുന്നു. കൂടുതൽ ചെക്കപ്പിനായി അവനെ അഡ്മിറ്റ് ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു. എല്ലാ ദിവസവും അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവൻ്റെ പ്ലേറ്റ്ലെറ്റ്സും കൗണ്ടും കുറവായതുകൊണ്ട്. അവനാണെങ്കിൽ ഓരോ ദിവസവും വളരെയധികം ക്ഷീണിതനായിരുന്നു. അവസാനം എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, എല്ലാ ദിവസവും കുഞ്ഞിൻ്റെ കൗണ്ടും പ്ലേറ്റ്ലെറ്റ്സും കുറയുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഒരു ടെസ്റ്റ് കൂടെ ചെയ്തിട്ട് അതിലും കുറവാണെങ്കിൽ കുഞ്ഞിന് ബോൺ മാരോ ചെയ്യണം. അത് കേട്ടപ്പോൾ ഞാൻ ആകെ വിഷമത്തിലായി. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വളരെയധികം സങ്കടപ്പെട്ടു. കാരണം പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ വളരെയധികം വേദനയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ വിഷമിക്കരുത്, നന്നായി പ്രാർത്ഥിക്കൂ. പക്ഷേ എനിക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. എനിക്കറിയാവുന്ന എല്ലാവരോടും, എൻ്റെ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള എല്ലാവരോടും ഞാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ വളരെ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 91-ാം സങ്കീർത്തനം 15-16 വാക്യങ്ങളിൽ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുന്നവന് ഞാൻ ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു സഹോദരി 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിൻ്റെ മകൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് 75-ൽ നിന്ന് 125 അതുമാത്രമല്ല, അവൻ്റെ രക്തത്തിലെ കൗണ്ടും കൂടിയിരിക്കുന്നു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ഒത്തിരി പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവസന്നിധിയിലേക്ക് ആ പ്രാർത്ഥനകൾ ഉയർന്ന് ദൈവം വളരെ വേഗം ഉത്തരം നൽകി. എൻ്റെ മകന് വളരെയധികം സന്തോഷമായി. കാരണം അവനറിയാമായിരുന്നു അവൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് കുറവാണെന്നും അന്നുകൂടി കുറഞ്ഞാൽ അവന് ബോൺ മാരോ ചെയ്യുമെന്നും. അതുകൊണ്ട് അവൻ ആകെ വിഷമത്തിലായി. അവന് പ്രാർത്ഥനയിൽ വളരെയധികം വിശ്വാസമായി. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു. 1 വർഷം പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ. ഞാൻ അവനെ സിക്കായിട്ട് ഒരിക്കലും എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടില്ല ഈ 1 വർഷത്തിനുള്ളിൽ. അല്ലെങ്കിൽ എല്ലാ മാസവും അവൻ അസുഖം വരും, പനി വരും. അപ്പോഴെല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. അവൻ ആസ്മാറ്റിക്കാണ്. ഇപ്പോഴിടയ്ക്ക് പനിയോ ശ്വാസമുട്ടോ വന്നാലും അവൻ മരുന്നിനേക്കാൾ കൂടുതലായി അവൻ പ്രാർത്ഥനയാണ് ആശ്രയിക്കുന്നത്. അവൻ്റെ വിശ്വാസം ഇപ്പോൾ വളരെ വലുതായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മൾ ഒരിക്കലും തളരരുത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനാണ് ദൈവം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഈശോ ഇന്നും നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവിടുന്ന് മാത്രമായിരിക്കണം നമ്മുടെ ആശ്വാസം. അവിടുന്ന് മാത്രമായിരിക്കണം നമ്മുടെ അഭയശിലയും കോട്ടയും. അങ്ങ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയെ ഞാനും എൻ്റെ കുടുംബവും വളരെയധികം നന്ദി പറയുന്നു. ഈശോയെ നന്ദി, സ്തുതി, ആരാധന. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഓരോ നേഴ്സും ശുശ്രൂഷ ചെയ്യുമ്പോൾ എത്രയെത്ര നന്മകളാണ് ഈശോ അവരിലൂടെ നമുക്ക് നൽകുന്നത്. നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൂദാശകളിലൂടെയും തിരുവചനത്തിലൂടെയും കൂട്ടായ്മകളിലൂടെയുമൊക്കെ നാം അനുഭവിക്കുന്ന ദൈവസ്നേഹം മറ്റനേകം പേർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നാം കണ്ടുമുട്ടുന്ന രോഗികളിൽ ഭൂരിഭാഗം പേരെയും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നാം കാണാറുള്ളൂ. അവരിലും ഈശോയുടെ സ്നേഹവും സമാധാനവും പങ്കുവെക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾക്കായി കർത്താവായ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും.
ഈശോയുടെ സമാധാനവും സ്നേഹവും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ കിട്ടുന്ന ഒരവസരം പോലും നാം പാഴാക്കരുത്. അത്തരം പ്രവൃത്തികൾക്കായി എപ്പോഴും നമ്മുടെ കണ്ണുകൾ പരതിക്കൊണ്ടിരിക്കണം. സുഭാഷിതങ്ങൾ 16:24 പറയുന്നു, ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ രോഗികൾക്ക് ആശ്വാസമായി മാറട്ടെ. ഇതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.